ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ പാനിലേക്ക് കുരുമുളക് പൊടി, അതുപോലെ ചെറിയ ജീരകവും, പിന്നെ അതുപോലെ ഗ്രാമ്പും, 3 ഏലക്കായ, അതുപോലെ കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. എന്നിട്ട് ഇതിങ്ങനെ നന്നായി ഒന്ന് വറുത്തെടുക്കുക. നമുക്ക് ഇതിൻ്റെ തേങ്ങയുടെ ഈ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ലെവലിലേക്ക് ആകുമ്പോൾ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അതിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ അതുപോലെ ഈ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം നന്നായി ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അധികം വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ സവാള എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി സവാള നല്ല രീതിയിലൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ ഒരു നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് സവാള. ഇനി അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതും ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. നമ്മൾ തേങ്ങ വറുത്തതിൽ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ്, അതൊന്നും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഞാനിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കാനായിട്ട് കൊള്ളില്ല, അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ചിക്കനെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്നൊരു ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ചാറൊന്ന് തിക്കാക്കി എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, ഒന്ന് തിക്കാക്കി എടുക്കാം. ഇപ്പം ഞാൻ ചാറൊക്കെ ഒന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്, വറുത്തരച്ച ചിക്കൻ കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്